ഞങ്ങൾ ടീച്ചേഴ്സ് ആകാൻ പോവാണല്ലോ, എന്ത് ഇൻസ്പിറേഷനാണ് സാറിന് ഞങ്ങൾക്ക് തരാനുള്ളത്? നിങ്ങളൊരു ടീച്ചർ ആവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ബിക്കോസ് യു ആർ ഗോയിങ് ടു ഇൻസ്പയർ അതേഴ്സ്. കാരണം ടീച്ചിങ് എന്ന് പറയുന്ന ജോലിയുടെ ഒരു മഹത്വം ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാനൊരു പ്രൊഫസർ ആവുന്നു, ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ജോലിക്ക് ഞാൻ വരുന്നു, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം മരണപ്പെടുകയാണ്. അദ്ദേഹം മരിച്ച് ആ ഒരു ദുഃഖത്തിലേക്ക് ഞാൻ എൻ്റെ ഒരു റോൾ മോഡലായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയൊക്കെ വായിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കേട്ടറിഞ്ഞ് APJ അബ്ദുൽ കലാം സാറിനെ പോലെ ആവണം എന്നൊരു തീരുമാനത്തിൽ ഇങ്ങനെ ആയിരിക്കണം. അതൊന്നും ആവാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഒരു 1% ആവാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ കാര്യം നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസും മറ്റൊക്കെ ഇങ്ങനെ TV ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ, സൺ TV ആ ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. അതിൽ ഇൻ്റർവ്യൂർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ് നടൻ വിവേകിനെ അറിയോ? മരിച്ചുപോയി, കൊറോണ സമയത്ത് മരിച്ചുപോയി നടനാണ് വിവേക്. തമിഴ് നടൻ വിവേകാണ് ചോദ്യം ചോദിക്കുന്നത്, APJ അബ്ദുൽ കലാം സാറിനോട് ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, സർ, താങ്കൾ ഒരു സയൻറ്റിസ്റ്റാണ്, രാഷ്ട്രപതിയാണ്, ഓക്കെ, അധ്യാപകനാണ്, റിസർച്ചറാണ്, പിന്നെ ഓത്തറാണ്, ഒരുപാട് ബുക്ക് എഴുതിയിട്ടുണ്ട്, നല്ലൊരു പ്രഭാഷകനാണ്, നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഇങ്ങനെ പലവിധ മേഖലകളിൽ താങ്കൾ പ്രശസ്തനാണ്. നാളെ പിൽക്കാലത്ത് ചരിത്രത്തിൽ ഏത് രീതിയിൽ താങ്കളുടെ പേര് അടയാളപ്പെടുത്തപ്പെടണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. ഭാവിയിൽ എങ്ങനെ അറിയപ്പെടാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഐ വാണ്ട് ടു ബി നോൺ ആസ് എ ടീച്ചർ. ആ ഒറ്റ വാക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയൊരു സ്പാർക്ക് ഉണ്ട്. ടീച്ചർ. ഇത്രയും വലിയ മേഖലകളിൽ വിരാജിച്ചൊരു വ്യക്തി, അദ്ദേഹം എല്ലാം കടന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് ടീച്ചറായാൽ മതി എന്ന് പറയുന്നു. നിങ്ങൾക്കറിയോ, അദ്ദേഹം രാഷ്ട്രപതി ഭവനിന്ന് ആ പൊസിഷൻ കഴിഞ്ഞ് 5 വർഷ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങിയ സമയത്ത് ഈ കലാംജിയോട് ഒരുപാട് ഓഫർ വന്നു. അദ്ദേഹത്തിന് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ വന്നു. പ്രത്യേകിച്ച് ഖത്തർ യൂണിവേഴ്സിറ്റി എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഖത്തറിലെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഓഫർ വന്നു. അവർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കളാണ് ഈ കോളേജിൻ്റെ എന്താ പറയുക, ഹെഡ്, റെക്ടർ എന്നാണ് പറയുക. നമ്മുടെ നാട്ടിൽ വൈസ് ചാൻസലർ എന്ന് പറയും, അവിടെയൊക്കെ റെക്ടർ എന്നാണ് പറയും. ഈ റെക്ടർ പൊസിഷനിലേക്ക് ഒരു ഓഫർ വരികയാണ് ആർക്ക്? കലാം സാറിന്. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞ, സോറി സർ, ഖത്തർ വരെ വന്ന് ജോലി ചെയ്യാൻ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് കാലം ജോലി ചെയ്തു, ഇനിയിപ്പോൾ എനിക്കുള്ള വിശ്രമകാലമാണല്ലോ, ഇതെനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം വിശ്രമിക്കാൻ ആഗ്രഹം. എനിക്ക് എല്ലാ ദിവസവും എൻ്റെ വീട്ടുകാരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ഒരു വേള ഭക്ഷണം വാങ്ങി കഴിച്ച് കിടന്ന് ഉറങ്ങണം, അതാണ് എൻ്റെ ഇപ്പോഴത്തെ താല്പര്യം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ ഖത്തറിലെ സുൽത്താൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഓക്കെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഈ ജെറ്റ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തെത്തും. നിങ്ങൾ അതിൽ നിന്ന് കയറുക, ഇവിടെ വന്നിറങ്ങുക, വൈകുന്നേരം തിരിച്ച് അതേപോലെ ജെറ്റ് നിങ്ങളെ വീട്ടിൽ കൊണ്ടിറക്കും. എവിടെ? രാജ്യം വിട്ട് രാജ്യം. ഇവിടുന്ന് ഖത്തറിലേക്ക് കൊണ്ടുപോയി ഇറക്കുക, അവിടുന്ന് തിരിച്ച് ഇന്ത്യയിൽ കൊടുന്ന് ഇറക്കുക. ഇതൊക്കെ ഞങ്ങൾ ചെയ്തുതരാം, നിങ്ങൾ പറയുന്ന ശമ്പളം തരാം, താങ്കൾ ഞങ്ങളുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ കലാംജി പറഞ്ഞ മറുപടി എന്താ അറിയോ? നോ, ഇനിയുള്ള കാലത്ത് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെങ്കിലും ശരി, അത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ 10% ശമ്പളത്തിന് നമ്മുടെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ടാണ് അദ്ദേഹം പിന്നെ ശിഷ്ടകാലം ജീവിച്ചത്. മരണം വരെ അദ്ദേഹം ആ ഒരു പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പണത്തിനേക്കാളൊക്കെ അപ്പുറം സ്വന്തം രാജ്യത്തിന്, സ്വന്തം തലമുറക്ക്, അല്ലേ, സ്വന്തം കുട്ടികൾക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാനുള്ള ആ ഒരു വലിയൊരു മനസ്സുണ്ട്. ആ ഒരു മനസ്സാണ് എന്നെ ഈ ഒരു പ്രൊഫഷനിലേക്ക് അടുപ്പിച്ചത്. ഇത്രയും വലിയൊരു വ്യക്തി തന്നെ പറയുന്നത് ടീച്ചിങ് ആണ് എൻ്റെ പ്രൊഫഷൻ എന്നാണ്. അദ്ദേഹത്തിന് നാസയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും മൂളിയാൽ മതി, നാസ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് കൊത്തിക്കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അതെല്ലാം ഒഴിവാക്കിയിട്ട് അദ്ദേഹം പിന്നെന്താ ചെയ്തത്? അദ്ദേഹം നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് നിങ്ങളെപ്പോലെ ടീച്ചിങ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു വലിയൊരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഇവൻ്റാണിത്. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാം, ചിലപ്പോൾ ഇതിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. കല്യാണം കഴിക്കാത്ത ആൾക്കാരെന്താ ചിന്തിക്കുക? കല്യാണക്കാരൊക്കെ അല്ലെങ്കിൽ സമയത്ത് പെണ്ണെന്ത് ചെയ്യുന്നു? TTCക്ക് പഠിക്കുകയാണ്. കല്യാണം കഴിഞ്ഞവരോ പകൽ സമയത്ത് കുറച്ചൊരു 4-5 മണിക്കൂർ അമ്മായിമാൻ്റെ അടുത്തുനിന്നും നാത്തൂൻ്റെ അടുത്തുനിന്നും ഒന്ന് കഴിച്ചിലായി കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് വന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. അതല്ല, ടീച്ചിങ് ആണ് എൻ്റെ മേഖല എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടുള്ള ഒരു ആത്മാർത്ഥമായ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ടും പാഷൻ കൊണ്ടും വന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് ഷോസ്. അതാണ് എനിക്ക് പറയാനുള്ളത്.